അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ലൈലത്തുൽ ഖദർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. പരിശുദ്ധ ഖുർആനിനെ ഖദറിൻ്റെ രാത്രിയിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ മഹത്വമേറിയ രാത്രി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് സ്ഥാനമുള്ള രാത്രി, അതേപോലെ തന്നെ കാര്യങ്ങൾ ഖദറാക്കുന്ന രാത്രി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന റിവായത്തിൽ കാണാം, യുഖദ്ദറു ഫീഹാ മാ യകൂനു ഫിൽ ആം മിനൽ അജലി വൽ അർസാഖി വൽ മഖാദീരിൽ മുഖദ്ദറ. സൃഷ്ടികളുടെ ആയുസ്, അവരുടെ ഉപജീവനം, മറ്റു എന്തെല്ലാം ഖദറുകളുണ്ടോ അതൊക്കെ ആ രാത്രിയിലാണ് വിഭജിക്കപ്പെടുന്നത്, മലക്കുകൾക്ക് നൽകപ്പെടുന്നത് ഒരു വർഷത്തേക്കുള്ള ഖദർ. അങ്ങനെയുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അത് അനുഗ്രഹീതമായ രാത്രിയാകുന്നു എന്നാണ്. ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹക്കീം, യുക്തിഭദ്രമായ കാര്യങ്ങളൊക്കെ ആ രാത്രിയിൽ വിഭജിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള രാത്രിക്കാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ലൈലത്തുൽ ഖദറിന്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അഥവാ അമലുഹ വ സിയാമുഹ വ ഖിയാമുഹ, അന്ന് രാത്രി ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും, അന്നത്തെ രാത്രി നമസ്കാരത്തിനും അന്ന് രാത്രിയിൽ നിയ്യത്താക്കുന്ന നോമ്പിനൊക്കെ തന്നെ 1000 മാസങ്ങളെക്കാൾ, അഥവാ 83 വർഷത്തെ ഇബാദത്തുകളേക്കാൾ അതിന് പ്രതിഫലമുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എല്ലാ കൽപ്പനകളുമായി അന്ന് മലക്കുകളും അതേപോലെ തന്നെ വറൂഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാക്കൾ എന്നല്ല ഉദ്ദേശം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മറ്റു മലക്കുകളും ഭൂമിയിലേക്ക് കൂട്ടം കൂട്ടമായി ഇറങ്ങും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അന്ന് ഫജ്ർ വരെ, പ്രഭാതം വരെ അന്ന് സമാധാനമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 83 വർഷത്തെ ഇബാദത്തുകളുടെ പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു അതുല്യമായ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ലൈലത്തുൽ ഖദറിന് വേണ്ടി അധ്വാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫമൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, ലൈലത്തുൽ ഖദർ തടയപ്പെട്ടവന് എല്ലാ നന്മകളും തടയപ്പെട്ടു. വലാ യുഹറമു ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ, വലിയ ഭാഗ്യം കെട്ടവനല്ലാതെ അതിൻ്റെ ഖൈർ തടയപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക് വേണ്ടി അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.